ധ്യാൻ ശ്രീനിവാസ് കംബാക്ക് അടിച്ചിട്ടുണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫിലിം എഡിറ്ററിനെ പറയാം, ചമൻ ചാക്കോ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല, എൻഗേജിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോയി. നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ല സിനിമ സൂപ്പർ ആയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കുറേ കാലം കൂടിയിട്ട് ധ്യാനിൻ്റെ ഒരു വളരെ വിജയമാവുന്ന ഒരു ഫിലിമായിട്ട് മാറാൻ സാധ്യതയാണ്. അത്രയ്ക്ക് നല്ലൊരു മൂവി, നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കഥയായാലും സസ്പെൻസും ത്രില്ലറും ട്വിസ്റ്റും എല്ലാം ഉണ്ട്. ഒരുപാട് കോമഡി ഉണ്ട്. എന്നിട്ട് ഈ സിനിമ പതിയെ തുടങ്ങി അങ്ങ് കത്തി കയറുന്ന ഒരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമാക്സും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പർ. എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഏതൊരു ഇന്റർവ്യൂവിൽ വിജയ് ബാബു പറഞ്ഞ് നിന്നെ നായകനായിട്ട് ഞാൻ മാത്രമേ കാശ് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതിൽ സോഫിയ പോൾ എന്തായാലും ഇത് ഈ ഫിലിം കൊണ്ട് നന്നായിട്ട് കാശ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് നല്ല ഒരു യാതൊരു ലാഗും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ബേസിക്കലി ജോണർ ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്നതായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആണ്. നല്ല അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആണ് പോകുന്നത്. ഒരു എബോ ആവറേജ് പടം. നല്ല രസമുണ്ട്. മലയാളത്തിൽ വെറൈറ്റി രീതിയിലാണ് അവർ എടുത്തേക്കുന്നത് സിനിമ. രീതി ഒരു നല്ല അപ്രോച്ചാണ്. കൊള്ളാം. നൈറ്റ് ഷോട്ട്സ് ഒക്കെ വേറെ രീതിയിൽ കളർ ഗ്രേഡ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് പാർട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും കൊള്ളാം. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആണോ അതോ? പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അവർ കുറെ ട്വിസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്, ഏകദേശം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല പടം. ധ്യാന്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല വെറൈറ്റി ക്ലൈമാക്സും നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട് പടം. ലാഗൊന്നും അടിക്കുന്നില്ല. നമ്മളിവിടെ കാണാത്ത ടെംപ്ലേറ്റ് ആണോ സെയിം ടെംപ്ലേറ്റ് തന്നെയാണോ പോകുന്നത്? അങ്ങനല്ലേ, വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് എഡിറ്റിംഗിലാണെങ്കിലും സ്റ്റോറിയിലാണെങ്കിലും നൈറ്റ് ഷോട്ട് ഒക്കെ ഒരു വെറൈറ്റി ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയോ? ഇല്ല വർക്കൗട്ട് ആയി. എന്റർടൈനിങ്ങും ത്രില്ലിംഗ് എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഒരു ലോജിക് ഇല്ല കേട്ടോ. കഥ ഒരു പറയാൻ പ്രത്യേകിച്ച് ഒരു ലോജിക്കും അങ്ങനെ ഒന്നും തോന്നിയില്ല. റീസെന്റ് ഇറങ്ങിയ ഒരു മലയാള സിനിമയായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമാക്സ് ഒക്കെ അങ്ങനെ അത് പ്രത്യേകിച്ച് പടത്തിലൊന്നും ഇല്ല കേട്ടോ. പറയാൻ പ്രത്യേകിച്ച് ഒരു ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അവർ ഈ പറയും പോലെ ഇനി റിവ്യൂ അങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും ഈ പറയും പോലെ ഒന്നുമില്ല. ഗ്രാമപ്രദേശത്തെ കഥയെ കൊണ്ടിട്ട് എല്ലാ ത്രില്ലർ സിനിമയിലെ കൊണ്ടുള്ള സ്ഥിരം ഫോർമുലയിൽ ഒരു ഗ്രാമം, അവിടുത്തെ കൊലപാതകം നമ്മൾ കണ്ടുമടുത്ത്. പിന്നെ ചെറിയൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വിജയിക്കുമെന്ന് വിചാരിച്ച് ഇറക്കിയതായിരിക്കും. ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒന്നും വർക്കൗട്ട് ആയില്ലേ? കോമഡീസ് ഒന്നും ഇല്ല, സീരിയസ് ആയിട്ട് പോകും. ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും അഭിനയമൊക്കെ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. രണ്ട് ക്ലൈമാക്സ് കാണുമ്പോൾ അടുത്ത വേറെ സിനിമയുടെ അടുത്ത പാർട്ടിന് വേണ്ടി വച്ചിരിക്കുന്നതായാലും ഇപ്പൊ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ സെക്കൻഡ് പാർട്ട്. ശരിക്കും സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും സിനിമയെക്കുറിച്ചുള്ള. അതുപോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു സ്വീഡിഷ് സിനിമയുണ്ട് കോപ്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ വരുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ കഥ അങ്ങോട്ടല്ല പോകുന്നത്. കാരണം ഒരു സാങ്കല്പിക ഗ്രാമം, ആ ഗ്രാമത്തിൽ ക്രൈം റേറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനത്തെ രീതിയിൽ നടക്കുന്ന ഒരു 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 ഇത് അവിടെ പെട്ടെന്ന് തന്നെ പൊടുന്നതിന് തന്നെ കുറച്ചൊരു ക്രൈംസ് നടക്കുന്നു. അത് അന്വേഷിക്കാനായിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുന്നു. ഇതെല്ലാം ട്രെയിലറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് സിനിമ. ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഒരു സ്പൂഫ് ജോണറിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഒരു സ്പൂഫ് എലിമെന്റ് ഒക്കെ വെച്ചിട്ട് ഉള്ളതാണ്. പക്ഷെ അത് പലയിടത്തും ഒരു ചളിയായി പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒട്ടും അങ്ങോട്ട് കണക്ട് ആയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് ഒരു സ്പൂഫും കോമഡി എല്ലാം എലിമെന്റ്സ് കുറച്ചിട്ട് ഒരു ത്രില്ലർ ഒരു എലിമെന്റ്സ് ആണ് കൂടുതലായിട്ട് സിനിമയിലേക്ക്. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു. കാരണം നമ്മളിങ്ങനെ കണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ചേട്ടാ ഇത് അതിലുണ്ടല്ലോ, ഇത് ഇതിലുണ്ടല്ലോ, മറ്റേ സിനിമയിലുണ്ടല്ലോ, അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് അത് ഒരു വർത്ത് വാച്ചിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു ചളി എലിമെന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു കോമഡി എലമെന്റ്സ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ത്രില്ലർ അവർ വർക്കൗട്ട് ആക്കി എടുത്തിട്ടുണ്ട് സിനിമ. വളരെ സ്ട്രിക്റ്റ്ലി ആവറേജ് ആയിട്ടുള്ള ഒരു പടം ബ്രോ. ഫാമിലിക്കൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു ടൈം പീരീഡിന് അവർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഒട്ടും ഫ്രഷ് അല്ല, അതിനകത്തൊന്നുമില്ല. ഒരു രസമില്ലാത്തൊരു സ്ക്രിപ്റ്റും എന്താ പറയുക. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയിലേക്ക് അതേ സാധനം ഇതിനകത്തൊക്കെ വന്നിട്ട് രസമില്ല. ആക്ച്വലി നൈസായിരുന്നു. എന്താ പറയാ, പുതിയൊരു യൂണിവേഴ്സ് നമുക്ക് മലയാള സിനിമയിൽ കിട്ടിയതാണ്. ആൻഡ് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എന്താ പറയാ, അവർ ഓൾറെഡി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്നൽ മുരളി സിനിമയായിട്ട് ഇതിനൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. ബട്ട് പുതുതായിട്ട് വരുന്ന തേർഡ് ഇൻസ്റ്റാൾമെന്റ് ഒരു കണക്ഷൻ ഉണ്ടാവും. അതിൻ്റെ സ്പീക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ് ആൻഡ് ലവ്ഡ് ഇറ്റ്. താങ്ക് യു. നല്ല സിനിമയാണ്. അത്യാവശ്യം സ്റ്റോറി ഉണ്ട്, പക്ഷേ അത്ര ഹൈപ്പിനുള്ള അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ധ്യാന്റെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ബാക്കി സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടറും നല്ല ഒരു
സ്റ്റോറി ലൈനും നല്ല ഡയലോഗ് ഡെലിവറി ഒക്കെ മൊത്തത്തിൽ കൊള്ളാം. നല്ല സിനിമ കൊള്ളാം. എങ്ങനെയുണ്ട് ധ്യാന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ പറഞ്ഞ നല്ല സിനിമയാ. സ്റ്റോറി കൊള്ളാം, സൗണ്ട് ഡയറക്ഷൻ ആയാലും കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല ഓവറോൾ നല്ല സിനിമ, കണ്ടുകൊണ്ടിരിക്കാം. ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നോ? ഇല്ല 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 പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എൻഡിങ് ആയപ്പോൾ ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റൂല. കൊള്ളാം, നല്ല സിനിമ.